സ്വന്തം ഇഷ്ടപ്രകാരം കലൂർ സ്റ്റേഡിയത്തിന്റെ നിറം തന്നെ മാറ്റി സ്പോൺസർ. ഡ്യൂറോലാക് കമ്പനി മാസങ്ങൾക്ക് മുൻപടിച്ച പെയിന്റിന് പുറത്താണ് ഗ്രേയും റെഡും നിറത്തിൽ പുതിയ പെയിന്റ് സ്പോൺസർ അടിച്ചത്. ഇതോടെ പെയിന്റിംഗ് കരാറുകൾക്ക് ഡ്യൂറോലാക് വാഗ്ദാനം ചെയ്ത 5 വർഷത്തെ DLP വാറണ്ടി ഇനി ആവശ്യപ്പെടാൻ കഴിയില്ല എന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം GCDA സെക്രട്ടറിയെ അറിയിച്ചു. ഏതാണ്ട് നമ്മുടെ കൊച്ചി മെട്രോയ്ക്കൊക്കെ സമാനമായ രീതിയിൽ ഇളം നീലയും പച്ചയും ഒക്കെ ചേർന്നൊരു നിറത്തിലേക്കാണ് ഈ രാജ്യാന്തര സ്റ്റേഡിയത്തെ GCDA മാറ്റിയെടുത്തത്. 66 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുള്ള പെയിന്റിംഗ് ജോലികൾ. മാസങ്ങൾ നീണ്ട ആ പെയിന്റിങ് ഏതാണ്ട് 98% പൂർത്തിയായി. ഇനി ശേഷിക്കുന്നത് ഈ കടകളുടെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗത്തെ ടച്ചിങ് പോലുള്ള വളരെ ചെറിയ പെയിന്റിംഗ് ജോലികൾ മാത്രമാണ്. അതിനിടയിലാണ് ഈ അർജന്റീന മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം സ്പോൺസറുടെ കൈകളിലേക്ക് എത്തുന്നത്. സ്പോൺസറുടെ കയ്യിൽ സ്റ്റേഡിയം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിന്റെ സീറ്റുകളടക്കം മുഴുവൻ പൊളിച്ചു മാറ്റിയ സ്പോൺസർ ആ സ്റ്റേഡിയത്തിന്റെ ഉൾഭാഗത്തെ നിറം സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് മാറ്റി. അതായത് മാസങ്ങൾക്ക് മുൻപ് ഈ ഡ്യൂറോലാക് കമ്പനി അടിച്ച പെയിന്റിന് പുറത്ത് ഗ്രേ കളർ സ്പ്രേ ചെയ്തിരിക്കുകയാണ്. ये वाला है ना, आगे कलर है अभी ग्रे है, इधर रेड आएगा ग्रे एंड रेड ऐसा वाला, वो रेड है ना ऊपर का, वैसा रेड आएगा कलर पूरा ग्रे एंड रेड 2 कलर है. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന നിറമൊന്നുമല്ല ഈ സ്റ്റേഡിയത്തിനകത്തുള്ളത്. അവിടുത്തെ കോളങ്ങളിലും റാക്കർ ബീമുകളിലുമെല്ലാം ഗ്രേ കളർ അടിച്ച് ഈ സ്റ്റേഡിയത്തിന്റെ കളർ ടോൺ ആകെ മാറ്റിയിരിക്കുകയാണ്. അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. 5 വർഷത്തെ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡുള്ള പെയിന്റിംഗ് ജോലിയാണ് ഡ്യൂറോലാക് നടത്തിയിരുന്നത്. സ്പോൺസറുടെ സ്റ്റേഡിയം നവീകരണം പരിശോധിച്ച GCDയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം കളർ മാറ്റത്തിലുള്ള എതിർപ്പ് സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട്. നിറം മാറ്റിയടിച്ചതോടെ ഡ്യൂറോലാക് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്ന DLP, അതായത് പെയിന്റിംഗ് തകരാറുകൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ കമ്പനിയോട് ആവശ്യപ്പെടാൻ കഴിയില്ല എന്നാണ് GCDയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഒരു കരാർ പോലുമില്ലാതെ എല്ലാം സ്പോൺസറെ ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ ഒന്നാമത്തെ പണിയാണ് ഈ നിറമാറ്റത്തിൽ GCDയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നതെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ശരത് അമ്പാട്ടുകാവിനും സുജോയ് എഡ്വേർഡിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. കലൂരിലെ കരാറില്ലാത്ത കൈമാറ്റത്തിന്റെ കള്ളക്കളികൾ തുടരുകയാണ്. 98% പെയിന്റ് പണി പൂർത്തിയായിരിക്കെ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ ആന്റോ അഗസ്റ്റിൻ എന്തിന് മാറ്റി പെയിന്റ് അടിച്ചു? ഇതോടെ ഡ്യൂറോലാക് നൽകിയ 5 വർഷത്തെ വാറണ്ടി വെള്ളത്തിലായിരിക്കുന്നു. എന്നാൽ തന്നിഷ്ടപ്രകാരമല്ല, എല്ലാം ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണെന്ന് സമ്മതിക്കുന്നുണ്ട് GCDA ചെയർമാൻ ചന്ദ്രൻ പിള്ള. സ്റ്റേഡിയം കൈമാറിയത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആണ് എന്ന് പറയുന്ന ചന്ദ്രൻ പിള്ളയ്ക്ക് ആന്റോയുടെ കാര്യത്തിൽ ഇപ്പോൾ വെള്ളപൂശാനും അറിയാം. സ്പോൺസർ തന്നിഷ്ടപ്രകാരം സ്റ്റേഡിയത്തിന്റെ പെയിന്റിംഗ് മാറ്റിയത് മൂലം വാറണ്ടി നഷ്ടപ്പെട്ടു. തന്നിഷ്ടപ്രകാരം നടക്കില്ല, നടക്കുന്നതല്ല ഞങ്ങളുടെ നേരിട്ടുള്ള ശ്രദ്ധയോടുകൂടിയാണ്. ഡ്യൂറോലാക്സ് കമ്പനി പറഞ്ഞിരുന്ന വാറണ്ടി നഷ്ടമായില്ലേ, ഡാമേജ് ഇല്ല, അങ്ങനത്തെ പ്രശ്നമില്ല. അത് ആകെ നടത്തുന്ന റിവാമ്പിങ്ങിനകത്ത് പെയിന്റിംഗ് കൂടെ നടത്തിയതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. റിയ ബേബി വിവരങ്ങളുമായി ചേരുകയാണ് നമ്മളോടൊപ്പം. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടാകുന്നുണ്ട്. അതിൽ CPM നേതൃത്വം കൂടി ഇടപെടുന്നു എന്നുള്ളതൊക്കെയാണ്. എല്ലാ കാര്യങ്ങൾക്കും നേരത്തെ തന്നെ മാനദണ്ഡങ്ങളും കരാറുമുണ്ട്. പക്ഷെ എങ്ങനെയാണ് സമ്മർദ്ദത്തിന് മുന്നിൽ അധികാരം നടുവളച്ചു കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുകയാണ്. മധു, ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടത്, കാരണം ഈ കരാറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ GCDയോട് ചോദിച്ചപ്പോൾ അത് കായിക മന്ത്രിയാണ് SKFനെ, സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ഏൽപ്പിച്ചതെന്ന് കൃത്യമായി ചന്ദ്രൻപിള്ളയും GCDയും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പെയിന്റിങ്ങിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അത് എന്തുകൊണ്ടാണ് ഇത്രയും 98% പൂർത്തിയായ പെയിന്റിംഗ് പണി പൂർത്തിയായ, ലക്ഷങ്ങൾ മുതൽ മുടക്കി പെയിന്റിംഗ് പണി പൂർത്തിയായ ഒരിടത്ത് വീണ്ടും ഒരു റെഡും ഗ്രേ കളറും പെയിന്റിംഗ് ഈ സ്പോൺസറുടെ ഭാഗത്തു നിന്ന് വരുന്നത്? അങ്ങനെ ചുവപ്പും ഗ്രേ കളറും ഒരു നിറത്തിലേക്ക് GCDയുടെ ഉൾഭാഗം, ഗ്രൗണ്ടിന്റെ ഉൾഭാഗം മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനോട് ചന്ദ്രൻപിള്ള കൃത്യമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നതെല്ലാം GCDയുടെ മേൽനോട്ടത്തിലാണ് എന്നുള്ളതാണ്. അതായത് ഈ പെയിന്റിന്റെ ജോലിയൊക്കെ GCD അറിഞ്ഞുകൊണ്ടാണ് എന്ന് ചന്ദ്രൻപിള്ള കൃത്യമായി സമ്മതിക്കുകയും
ചെയ്യുന്നുണ്ട്. അവിടെയാണ് പ്രശ്നങ്ങൾ ഉയരുന്നത്. കാരണം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് വാറന്റി അടക്കം നിലനിൽക്കുന്നുണ്ട്. പെയിന്റിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പുതിയൊരു പെയിന്റ് അതിൻ്റെ മുകളിൽ വരുമ്പോൾ ആ വാറന്റി നഷ്ടമാകുമെന്നത് എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ GCDയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നെന്തായാലും നിർണായകമായ എക്സിക്യൂട്ടീവ് യോഗമാണ് കലൂർ GCD ഓഫീസിൽ നടക്കാൻ പോകുന്നത്. ഈ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായൊരു മറുപടി പറയേണ്ടി വരും. അതിന് മുന്നോടിയായി ജില്ലയിലെ CPM നേതൃത്വം GCDയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകളെ പാർട്ടി ഓഫീസിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടെ വെച്ചായിരുന്നു GCD ചെയർമാന്റെ പ്രതികരണം അടക്കം വന്നിരിക്കുന്നത്. എന്തായാലും ഈ കരാറില്ലാതെ അർജന്റീന മത്സരത്തിന്റെ മറവിൽ നടന്നിട്ടുള്ള സ്റ്റേഡിയം നവീകരണം, അതോടൊപ്പം തന്നെ പെയിന്റ് അടിക്കുന്ന ജോലികൾ, അങ്ങനെ അടിമുടി ദുരൂഹത നിറഞ്ഞ ആ കരാറില്ലാത്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യ ഒരു എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരുന്നുവെന്നതും എടുത്തു മാത്രമല്ല ഒരു കരാർ കൊടുക്കുകയാണ് എന്ന് തന്നെ വെക്കുക. ഇനിയിപ്പോ കരാറില്ല എന്നതിനപ്പുറത്ത് ഒരു കരാർ കൊടുക്കുക, ചില കാര്യങ്ങൾ ചെയ്യാൻ അനുമതി കൊടുക്കുക എന്നുള്ളത് തന്നെ വെക്കുക. അപ്പോഴും എന്തൊക്കെ അവിടെ ചെയ്യുന്നു എന്നതിന്റെ മേൽനോട്ടം വഹിക്കുക എന്ന് പറയുന്നത് GCDയിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തമല്ലേ? അല്ലാതെ ഒരു കരാർ കൊടുത്തു, ഒരു സ്പോൺസർക്ക് ഇടപെടാനുള്ള ഒരു അവസരം കൊടുത്തു എന്ന് പറഞ്ഞ് ഇനി എന്തുമാകട്ടെ എന്ന നിലപാട് പറ്റുമോ? അത് ഇക്കാര്യത്തിലാണ് GCDയെ പലതവണ പ്രതിക്കൂട്ടിലാകുന്നത്. കാരണം ഈ കലൂർ സ്റ്റേഡിയത്തിൽ നമുക്കറിയാം ഉമാ തോമസ് MLA വീണതുമായി ബന്ധപ്പെട്ട പരിപാടിയും വിവാദങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നപ്പോൾ അന്ന് ഉയർന്നു വന്ന ചോദ്യം, ആ സ്റ്റേഡിയം നിർമ്മാണത്തിൽ GCDയെ എന്തുകൊണ്ട് മേൽനോട്ടം വഹിച്ചില്ല? അങ്ങനെ ഒരു തട്ടിക്കൂട്ട് സ്റ്റേജ് ഉണ്ടാക്കിയപ്പോൾ GCDയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ്. അന്നും അത് GCDയെ തങ്ങൾ കൃത്യമായി നോക്കിയിരുന്നു, നിരീക്ഷിച്ചിരുന്നു എന്നൊക്കെ വാദങ്ങൾ മുന്നോട്ട് വെച്ചു. ഇവിടെ ഇപ്പോൾ സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ കാര്യങ്ങൾ ഏൽപ്പിച്ചുവെന്ന് GCDയെ പറയുമ്പോൾ, അത് കായിക മന്ത്രിയാണെന്ന് GCDയെ പറയുമ്പോൾ GCDയ്ക്ക് ഈ സ്റ്റേഡിയത്തിൽ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വമില്ലേ എന്ന ചോദ്യമാണ് ഒന്നാമതായി ഉയർന്നു വരുന്നത്. പിന്നെ മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഈ GCDയുടെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള നിരവധി മാർച്ചുകൾ ഇന്ന് GCD ഓഫീസിലേക്ക് നടക്കാനിരിക്കുന്നുണ്ട്. BDJSന്റെയും യുവമോർച്ചയുടെയും ഒക്കെ പ്രതിഷേധ മാർച്ചുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മാർച്ച് നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും GCDയെ കൃത്യമായി മറുപടി പറയേണ്ടി വരും. ഒരു കരാർ ഉണ്ടാക്കുന്നു, അത് SKFുമായി മാത്രമാണ്. അവിടെ ഞാൻ വരാം. ഇപ്പോൾ അടിയന്തര യോഗത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ PV ശ്രീനിധൻ സംസാരിക്കുകയാണ്. ഫുട്ബോൾ അസോസിയേഷന്റെ പേരാണ് ഞാൻ പിന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ സംസാരിക്കാം. റിയ ബേബി തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. റിയ, ഈ ഒരു കരാറുമില്ലാതെ ഒരു പൊതുസ്വത്ത് കൈമാറുക, അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യുക എന്ന് പറയുന്ന സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുക, അതിന്റെ പേരിൽ നഷ്ടങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളാണ്. GCDക്ക് ഇതിന് മറുപടി പറയാൻ കഴിയാതെ പോകുന്നത് എന്താണ്? ശ്രീനിധന്റെ പ്രതികരണത്തിന്റെ പൂർണ്ണരൂപം എന്താണ്? ഈ വിഷയത്തിൽ ചന്ദ്രൻപിള്ള സ്പോൺസറെ പ്രതിരോധിക്കുന്ന ഒരു പ്രതികരണമാണ് കഴിഞ്ഞ ഏതാനും മിനിറ്റ് മുമ്പ് നമ്മൾ കേട്ടത്. കൃത്യമായി തന്നെ ചോദിക്കുന്നുണ്ട്, GCDയെ എന്തെങ്കിലും കരാർ ഉണ്ടായിരുന്നു? അപ്പോൾ GCDA ചെയർമാന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞ മറുപടി ഇതാണ്: അർജന്റീന മത്സരം കേരളത്തിന് നല്ലതാണ്, ആ മത്സരം നടക്കട്ടെ എന്നുള്ളതാണ്. നവംബറിൽ ആ മത്സരം നടക്കില്ലല്ലോ, അപ്പോൾ ISLനെ ബാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഡിസംബറിൽ ISL നടക്കുന്ന തരത്തിലേക്ക് ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണം ഉണ്ടാകും, അതിനെ ബാധിക്കില്ലെന്ന് ചന്ദ്രൻപിള്ള മറുപടി നൽകുന്നു. മറ്റൊരു ചോദ്യമായിരുന്നു, ഈ സ്പോൺസർ തന്നിഷ്ടപ്രകാരം ഈ കാര്യങ്ങൾ സ്റ്റേഡിയത്തിന്റെ പെയിന്റിംഗ് മാറ്റുന്നത് അടക്കമുള്ള നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഒരു കരാറുമില്ലാതെ നടത്തുന്നത് എന്തുകൊണ്ട്? അവിടെ GCDക്ക് എന്താണ് റോൾ എന്ന് ചോദിക്കുമ്പോൾ അത് GCDയുടെ മേൽനോട്ടത്തിലാണ് എന്ന പ്രതിരോധമാണ് GCDയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അവിടെയാണ് ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. കൃത്യമായ ഒരു കരാറില്ല എന്ന് ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണം പൂർത്തിയാക്കണം എന്നെ സംബന്ധിച്ചൊരു രേഖയോ കൃത്യമായ കരാറോ ഇല്ല. അങ്ങനെ ഈ അർജന്റീന മത്സരം നവംബറിൽ നടന്നില്ലെങ്കിൽ ഈ സ്റ്റേഡിയത്തിന്റെ ബാക്കി നിർമ്മാണ ജോലികൾ എന്നത്തേക്ക് പൂർത്തിയാക്കുമെന്നൊരു ധാരണയുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ഏതൊക്കെ കാര്യങ്ങളാണ് നവീകരിക്കുന്നത്, എത്ര രൂപ മുതൽ മുടക്കിയാണ് നവീകരണം എന്ന കാര്യത്തിൽ ഒരു മറുപടിയില്ല. ഈ പെയിന്റിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഡ്യൂറലക്സ് കമ്പനി അടിച്ചിരിക്കുന്ന ലക്ഷങ്ങൾ മുതൽ മുടക്കി വാറന്റിയോടെ തിരികെ വരാം. മറ്റ് റിപ്പോർട്ടേഴ്സ് കൂടി നമ്മളോടൊപ്പം ഉണ്ട്.